ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3D സൂം എഫക്റ്റ് ഇതായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര അധികമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് 3Dയിൽ സൂം ആയിട്ട് അങ്ങ് വരും, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു അടിപൊളി മ്യൂസിക്കൊക്കെ ഇട്ട് നമ്മുടെ കുറേ അധികം ഫോട്ടോസ് ഇങ്ങനെ ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ റീൽസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക റീൽസ് ഇത് തന്നെയാണ്. നിങ്ങൾക്കൊരു ആഗ്രഹം കാണും നിങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ 3D സൂം എഫക്റ്റ് നമുക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് CapCut എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷെ നിലവിൽ CapCut എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. സോ ഞാനൊരു തേർഡ് പാർട്ടി ലിങ്ക് യൂസ് ചെയ്താണ് ഡൗൺലോഡ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടതില്ല. ഞാൻ അതിനുള്ള കറക്റ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ വീഡിയോസിനെയൊക്കെ ഈ രീതിയിലേക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നമുക്ക് അവിടെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, സോ പിന്നെ എങ്ങനെ CapCut എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലേക്ക് പോകണം. ലിങ്കിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ് ടു ഡൗൺ എന്ന് പറയുന്നൊരു സൈറ്റാണ്. അവിടെ CapCut എന്ന് പറയുന്നത് നമ്മളൊരു തേർഡ് പാർട്ടി ലിങ്ക് യൂസ് ചെയ്താണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേന് 67 അത്ര MB ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഞാൻ ഓൾറെഡി സൈനിങ് ഒക്കെ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് കാണിച്ചു തരാം. മണ്ടയിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോസ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഒരു കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഫോട്ടോസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സ്ലൈഡ് ഷോ പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3D സൂം എന്ന് പറഞ്ഞ് കാണും. അപ്പം അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുറച്ച് സമയം എടുക്കുക ഒന്ന് ജനറേറ്റ് ആയി വരാനായിട്ട്. അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്നാവും. അതിനുശേഷം ടിക്ക് മാർക്ക് ഒന്ന് ഞെക്കുക. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഫോട്ടോ എൻലാർജ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മിനിമൈസ് ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ഒരു 3Dയിൽ സൂം ചെയ്താണ് ഇത് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഫോട്ടോസിനെ കട്ട് ചെയ്യണം. അതായത് ഒരു ഫോട്ടോ 1 സെക്കൻഡ് കൊണ്ട് മാത്രം മതി. നിങ്ങൾ കണ്ട ആ ഒരു രീതിയിലാണ് നിങ്ങൾ റീൽസൊക്കെ കണ്ട രീതിയിൽ ചെയ്യാനാണെങ്കിൽ ആ ഒരു 1 സെക്കൻഡോളം മതി ഒരു ഫോട്ടോ. അങ്ങനെ ആദ്യമേ ഒരു വീഡിയോ ആയിരിക്കും, അതിന് ശേഷമായിരിക്കും നമ്മൾ കുറച്ചധികം ഫോട്ടോസ് ഇടുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ഫോട്ടോസ് വേണമെന്നൊക്കെ. കോപ്പിറൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പാട്ട് കേൾപ്പിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 10 സെക്കൻഡിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഇത്. ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം കൂടെ ഒന്ന് ചെയ്യുക. ആദ്യമേ ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ ഒരു 3D സൂം എഫക്റ്റ് എന്ന് പറഞ്ഞ്. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസിന് ഇതുപോലെ 3D സൂം എഫക്റ്റ് വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോസ് അലൈൻ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ റീൽസൊക്കെ എടുത്തിട്ട് അങ്ങ് ഹിറ്റാകുന്നേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.